എല്ലാവരുടെ ലൈഫിലെയും പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു ടൈമുണ്ട്. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങി ഒട്ടും പറ്റുന്നില്ല, എന്തിനിങ്ങനെ പോകുന്നു എന്നുള്ള തോന്നുന്ന ഒരു ടൈമാണ്. അത് വേറൊന്നുമല്ല, പീരിയഡ്സ് ടൈം തന്നെയാണ്. മിക്കപ്പം പിള്ളേരുടെ ലൈഫിൽ അങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്നത് പീരിയഡ്സ് ടൈം ആയിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് PCOD ഒക്കെ ഉള്ളത് തന്നെ പീരിയഡ്സ് ഒന്നും റെഗുലർ അല്ല, കറക്റ്റായിട്ടൊന്നും ആവാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വരുന്ന ടൈമിൽ ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. ഒരു നൈറ്റ് ഷിഫ്റ്റ് കിട്ടിയൊരു ദിവസം എനിക്കുണ്ടായ ഭയങ്കരമായി ഉണ്ടായൊരു ഒരു ബുദ്ധിമുട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പീരിയഡ്സ് പെയിൻ എല്ലാ മാസവും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് തന്നെ കെയർ ചെയ്യുമായിരുന്നു. ഫുഡാണെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ വെച്ച് തന്നെ ഇഞ്ചിയൊക്കെ അരച്ച് തന്ന് അപ്പോൾ പെയിൻ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള വഴി എൻ്റെ അമ്മ ചെയ്തു തരുമായിരുന്നു. പക്ഷേ ഒരു ഹോസ്റ്റൽ ലൈഫിലോട്ട് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു. എനിക്കൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ഓവർകം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇപ്പം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് കിട്ടിയ ദിവസം തന്നെ എനിക്കിങ്ങനെ പെയിൻ ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, വീട്ടിലായിരുന്നെന്നുണ്ടെങ്കിൽ അമ്മ നോക്കി കഴിഞ്ഞിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് തുടങ്ങിയപ്പോൾ പെയിനൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിക്കുമായിരുന്നു. കാരണം എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. തലകുത്തി മറിയുന്ന വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുള്ളൂ, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു സാഹചര്യം ഇല്ലല്ലോ, നമ്മുടെ റൂമിലൊക്കെ എന്തുവാകാം അങ്ങനെ ഒരു സാഹചര്യം. എന്തായാലും നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ടും 12 മണി ഷിഫ്റ്റാണ്. മോർണിംഗ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, ചേച്ചി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി തരും. പക്ഷേ ഈവനിങ് ഷിഫ്റ്റിലോട്ട് വരുമ്പോഴാണ് അത് ഭയങ്കര ഒരു ബാധികരമായിട്ട് മാറുന്നത്. അതായത് 2 പേരെ ഷിഫ്റ്റ് കാണുള്ളൂ, വായിക്കാൻ കയറിയേ പറ്റുള്ളൂ, വേറെ ഡ്യൂട്ടീസ് ഉണ്ടൊക്കെ ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് 4 മണി തൊട്ട് 12 മണി വരെ ഷിഫ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിരുന്നിരുന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, കുറേ നേരം ഇറങ്ങി നടന്ന് നോക്കി, ഇരുന്ന് നോക്കി, കുറച്ച് കമന്ന് കിടന്ന് നോക്കി, എന്നിട്ടും പെയിനൊന്നും മാറുന്നില്ല. വല്ലാത്തൊരു അവിഞ്ഞ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ടൈമിൽ. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ, നമ്മൾ ഹോസ്റ്റൽ ലൈഫിലോട്ട് മാറുമ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കെയർ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം സങ്കടമൊക്കെ തോന്നുന്നത് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നതും വീട്ടിലല്ല എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ.